ഭഗവാൻ ശ്രീ രമണ മഹർഷിയെയും അദ്ദേഹത്തിൻ്റെ ദർശനത്തെയും ഏറ്റവും അടുത്തറിയുവാൻ സഹായിക്കുന്ന ഗ്രന്ഥമാണ് ടോക്സ് വിത്ത് രമണ മഹർഷി. രമണാശ്രമത്തിൽ രമണ മഹർഷിയുമായി നടന്നിട്ടുള്ള സംവാദങ്ങൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന മുനകാല വെങ്കിട്ടരാമയ്യർ രേഖപ്പെടുത്തി വെച്ചതാണത്. അതിൻ്റെ മലയാള പരിഭാഷയാണ് നമ്മളിവിടെ വായിക്കാൻ ആരംഭിക്കുന്നത്. സംഭാഷണം 1, 15 മെയ് 1935. പരിവ്രാജകനായ ഒരു സന്യാസി സംശയനിവൃത്തി വരുത്തുവാൻ ശ്രമിക്കുകയായിരുന്നു. ലോകം മുഴുവൻ ഈശ്വരനാണെന്ന് എങ്ങനെ സാക്ഷാത്കരിക്കാം? മഹർഷി: നിങ്ങളുടെ ദൃഷ്ടിയെ ജ്ഞാനമയമാക്കിയാൽ ലോകം തന്നെ ഈശ്വരനാണെന്ന് കണ്ടെത്താം. ബ്രഹ്മത്തെ അറിയാതെ അതിൻ്റെ സർവ്വവ്യാപിത്വം എങ്ങനെ കണ്ടെത്തും? സംഭാഷണം 2, കാഴ്ചയുടെ സ്വഭാവത്തെക്കുറിച്ചൊരാൾ ചോദിച്ചു. മഹർഷി: ഒരാൾ ഏതവസ്ഥയിലാണോ അയാളുടെ കാഴ്ചയും അതിന് സമാനമായിരിക്കും. വിശദീകരണം ഇതാണ്: ജാഗ്രത അവസ്ഥയിൽ സ്ഥൂല ശരീരം സ്ഥൂലങ്ങളായ നാമരൂപാദികളെ കാണുന്നു. സ്വപ്നാവസ്ഥയിൽ മനോമയ ശരീരം മനോമയങ്ങളായ നിരവധി നാമരൂപാദികളെ കാണുന്നു. സുഷുപ്തിയിൽ ശരീരതാതാത്മ്യം നഷ്ടപ്പെടുന്നതിനാൽ അവിടെ കാഴ്ചകളൊന്നും തന്നെയില്ല. അതുപോലെ തന്നെ ഈ 3 അവസ്ഥകളെയും കവിഞ്ഞു പോകുന്ന അവസ്ഥയിൽ ബ്രഹ്മവുമായുള്ള ഐക്യം മനുഷ്യനെ എല്ലാത്തിനോടും പൊരുത്തപ്പെടുത്തുന്നു. അവിടെ അവൻ ആത്മാവിൽ നിന്ന് വേറിട്ട് ഒന്നും തന്നെ കാണുന്നില്ല. സംഭാഷണം 3, ആനന്ദത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ആരോ ചോദിച്ചു. മഹർഷി: ബാഹ്യമായ കാരണങ്ങൾ കൊണ്ടും വസ്തുജാലങ്ങൾ കൊണ്ടുമാണ് ആനന്ദമുണ്ടാവുന്നതെന്ന് ഒരാൾ ചിന്തിച്ചാൽ സ്വാഭാവികമായും അയാളുടെ ആനന്ദം വസ്തുജാലങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾക്ക് ആനുപാതികമായി കൂടുകയും കുറയുകയും ചെയ്യണം. അങ്ങനെയെങ്കിൽ അയാളുടെ കൈവശം വസ്തുക്കളൊന്നും തന്നെ ഇല്ലാതെയാവുമ്പോൾ അയാൾക്ക് ആനന്ദം ഇല്ലാതിരിക്കണം. എന്നാൽ മനുഷ്യൻ്റെ യഥാർത്ഥ അനുഭവം എന്താണ്? അത് ഈ വീക്ഷണത്തെ ഉറപ്പിക്കുന്നതാണോ? ഗാഠമായ സുഷുപ്തിയിൽ മനുഷ്യൻ്റെ കൈവശം വസ്തുജാലങ്ങളൊന്നും തന്നെയില്ല. അയാളുടെ ശരീരം പോലുമില്ല. എന്നാൽ അവിടെ അസംതൃപ്തനായിരിക്കുന്നതിന് പകരം അയാൾ സംതൃപ്തനായിരിക്കുന്നു. അതുകൊണ്ട് സുഖമായി ഉറങ്ങാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനാൽ ആനന്ദം ഒരുവൻ്റെ സഹജ സ്വഭാവമാണെന്നും അതിനു കാരണം ബാഹ്യമായ വസ്തുക്കളൊന്നുമല്ലെന്നും ഇതിൽ നിന്ന് അനുമാനിക്കാം. അപരിമേയമായ ആനന്ദത്തിൻ്റെ കലവറ തുറക്കണമെങ്കിൽ നാം നമ്മുടെ ഉണ്മയെ സാക്ഷാത്കരിക്കണം. സംഭാഷണം 4, വിദ്യാസമ്പന്നനായ ഒരു യുവാവ് മഹർഷിയോട് ചോദിച്ചു. ഹൃദയം വലതുഭാഗത്താണെന്ന് എങ്ങനെ പറയും? ജീവശാസ്ത്രജ്ഞന്മാർ അത് ഇടതുഭാഗത്താണെന്ന് കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അയാൾക്ക് പ്രമാണമറിയണം. മഹർഷി: തീർച്ചയായും ജീവശാസ്ത്രപരമായി ഹൃദയം ഇടതുഭാഗത്താണ്, അത് നിഷേധിക്കുന്നില്ല. എന്നാൽ നാം പറയുന്ന ഹൃദയം ശാരീരികമല്ല, അത് വലതുഭാഗത്തു തന്നെയാണ്. അതെൻ്റെ അനുഭവമാണ്. അതിനെനിക്ക് പ്രമാണമൊന്നും ആവശ്യമില്ല. ആയുർവേദ ഗ്രന്ഥമായ അഷ്ടാംഗ ഹൃദയത്തിലും സീതോപനിഷത്തിലും അതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. മഹർഷി ഉപനിഷത്ത് മന്ത്രവും അഷ്ടാംഗ ഹൃദയത്തിലെ ശ്ലോകവും ഉദ്ധരിച്ചു. സംഭാഷണം 5, ശ്രീ എം ഫ്രിഡ്മാൻ എന്ന എഞ്ചിനീയർ കൃപയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു. കടലിൽ മുങ്ങുന്ന ഒരു ഉപ്പുപാവയെ രക്ഷിക്കാൻ വെള്ളം നനയാത്ത കുപ്പായത്തിന് സാധിക്കില്ല. അത് വളരെ നല്ലൊരു ഉപമയാണെന്ന് എല്ലാവരും പറഞ്ഞു. ശരീരമാണ് വെള്ളം നനയാത്ത ആ കുപ്പായം, മഹർഷി കൂട്ടിച്ചേർത്തു. സംഭാഷണം 6, അലഞ്ഞു തിരിയുന്ന മനസ്സിനെ അടക്കുന്നതെങ്ങനെ? ഒരു സന്യാസി ചോദിച്ചു. മഹർഷി: സ്വസ്വരൂപത്തെ വിസ്മരിക്കുമ്പോഴാണ് വസ്തുക്കളെ കാണുന്നത്. സ്വരൂപത്തിൽ മുറുകെ പിടിച്ചാൽ ദൃശ്യപ്രപഞ്ചം കാണാതാകും. സംഭാഷണം 7, ദക്ഷിണാമൂർത്തി അഷ്ടകത്തിലെ അവസാന ശ്ലോകത്തിൽ പറയുന്നത് പോലെ ഈശ്വരത്വവും സിദ്ധികളും നേടുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മഹർഷി പറഞ്ഞു, ആദ്യം ഈശ്വരത്വം നേടൂ, പിന്നീട് അടുത്ത ചോദ്യമാവാം.